ഗൈസ്, അടുത്ത ദിവസം നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ഇപ്പോൾ NH കൂടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. NH കൂടെ നമ്മൾ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ എന്തൊരു സുഖമാണ്. നമ്മളിങ്ങനെ യാത്ര ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നേരം മറ്റേ തിരക്കൊന്നും ഇല്ലാത്ത ഒരു ഹൈവേയിലോട്ട് കയറി. പിന്നെ നമ്മുടെ വണ്ടി അങ്ങ് പവറാണല്ലോ, നമ്മൾ നല്ല സ്പീഡിൽ ഇങ്ങനെ പോകുന്നു. അന്നേരം ഉണ്ടോ ലോറി ഒരു കണ്ടെയ്നറും കൂടെ റേസ് വെക്കുന്നു. അതൊക്കെ കണ്ട് നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ ആ കണ്ടെയ്നറിനെ ഓവർടേക്ക് ചെയ്ത് നമ്മളിങ്ങനെ കയറി. പിന്നെ ഈ തിരുവനന്തപുരത്തിന് വേറെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു സാധനം കാണാം. അന്നേരം ഞാൻ അതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു, നമുക്ക് കാണാൻ പറ്റുമോ എന്ന്. എന്തോ ഭാഗ്യത്തിന് നമുക്ക് ആ സാധനം കാണാൻ ഒരാഗ്രഹത്തിൻ്റെ പുറത്തിങ്ങനെ നമ്മൾ NH കൂടെ പോവുമായിരുന്നു. നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിച്ച സാധനം ആണ്, പക്ഷേ എന്തോ ഭാഗ്യത്തിന് നമുക്ക് അത് കാണാൻ പറ്റി. അത് വീഡിയോയ്ക്കകത്തുണ്ട്, നിങ്ങൾ കാണുക. ഗൈസ്, ഇപ്പോൾ ഒരാൾ വരും. എന്ന് വെച്ചാൽ നമ്മുടെ എയറോപ്ലെയിൻ കേട്ടോ, ഇത്രയും തൊട്ടടുത്തൂടെ പറന്നു പോകുന്ന എയറോപ്ലെയിന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ദൂരെ ഇങ്ങനെ പറന്നു പോകുന്നത് എന്ത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വീഡിയോയ്ക്കകത്ത്. അതൊക്കെ ഒരു ഭാഗ്യമാണ് ആ സമയത്ത് അത് കാണാൻ പറ്റുന്നത്. അത് കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരുവനന്തപുരം ലുലു മാളിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യാണ്. ലുലു മാളും കണ്ട് നമ്മൾ നല്ല വൈബ് പിടിച്ച് ഇങ്ങനെ പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം ലുലു മാള് കാണുന്നത്. നമ്മൾ തിരുവല്ലക്കാരനായതുകൊണ്ട് തിരുവനന്തപുരം അങ്ങനെ പോകാറില്ല. പക്ഷേ പോയപ്പോൾ ലുലു മാള് അതിനേക്കാളും നല്ല ഭംഗിയായിട്ടും ഒക്കെ നമുക്ക് ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ യാത്ര വൈബൊക്കെ അടിച്ച് ഇങ്ങനെ പോവുകയൊക്കെ ആയിരുന്നു. ലുലു മാള് കാണാൻ എന്തോ രസമാണ് തിരുവനന്തപുരം. പിന്നെ നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ പ്ലെയിനിൻ്റെ മിനിയേച്ചറും ഒക്കെ ഇവിടെ കാണാൻ പറ്റിയത്. അതൊക്കെ ഒരു ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയണം. നമ്മൾ വീണ്ടും യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും വലിയ തിരക്കുകളൊന്നുമില്ലാതെ നമ്മൾ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈബാണല്ലോ. പിന്നെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ ഇതില്ല. ഹേ ഗൈസ്, നമ്മൾ പഴയ തിരുവല്ല വീട്ടിലോട്ട് വന്നിരിക്കുന്നു. മണി 6:19 നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.